അപ്പസ്തോലന്മാർ പഠിപ്പിച്ചു. ആരാണ് വിധിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ 2 വാക്യം വായിച്ചു. അപ്പസ്തോല പ്രവൃത്തി 10:42 വായിച്ചു, 17:31 വായിച്ചു. ഇവിടെ 2 സ്ഥലത്തും അപ്പസ്തോലന്മാർ തന്റെ പ്രസംഗത്തിൽ പറയുകയാണ്, യേശുവാണ് ശിക്ഷാവിധിക്കായി ദൈവം നിയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. 2 കൊരിന്തോസ് അതിന്റെ 5-ാം അധ്യായം 10-ാം വാക്യം വായിക്കുക. 2 കൊരിന്തോസ് 5-ാം അധ്യായം 10-ാം വാക്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. ആരുടെ ന്യായാസനം? ഏത് ന്യായാസനം? ക്രിസ്തുവിന്റെ ന്യായാസനം. നമ്മൾ പഴയ നിയമത്തിൽ വായിച്ച ന്യായാസനം ആരുടെ ന്യായാസനമായിരുന്നു? യഹോവയുടെ ന്യായാസനമായിരുന്നു. ആ സിംഹാസനത്തിൽ മുഴുവൻ ഇരിക്കുന്നത് യഹോവയായിരുന്നു, അല്ലാതെ മറ്റാരും അവിടെ ഇരിക്കുന്നതായിട്ട് പറയുന്നില്ല. എന്നാൽ ന്യൂ ടെസ്റ്റ്മെന്റ് വന്നപ്പോൾ, നമ്മളിപ്പോൾ പുതിയ കാര്യത്തിലേക്ക് വന്നപ്പോൾ മുഴുവൻ കാര്യത്തിലും പറയുകയാണ്, യേശു താൻ തൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു, ഞാൻ ശിക്ഷിക്കും, ഞാൻ വിധിക്കുമെന്ന് യേശു വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിച്ചു, യേശുവിനെയാണ് നിയമിച്ചിരിക്കുന്നത്, യേശു തന്നെയാണ് ശിക്ഷയ്ക്ക് വിധിക്കുന്നത് എന്ന് പറഞ്ഞു. വീണ്ടും പൗലോസ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ ചെയ്ത നന്മയും തിന്മയും വേർതിരിച്ചറിയേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വരേണ്ട ഒരു ദിവസമുണ്ട്. ഒരു കോംപ്രമൈസും ഇല്ല. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ തന്നെ വരുന്ന ഒരു ദിനമുണ്ട്. പാപം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇതാണ്, ഞാൻ എവിടെ പോയി നിൽക്കണം? ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ പോയി നിൽക്കണം. നമുക്ക് എവിടെയെങ്കിലും അത് മറയ്ക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ഒളിക്കാൻ പറ്റുമോ? കർത്താവേ അന്ന് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ കർത്താവ് സ്ക്രീനെ കാണിച്ചു തരും. എടാ വൃത്തികെട്ടവനെ, നീ ചെയ്ത പരിപാടി നേരാണെന്ന് പറയും. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ കോഴിനെ കൊന്നിട്ടില്ല, ഞാനല്ല കല്ലെടുത്ത് വീക്കിയത്, അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന് പറഞ്ഞാൽ, കുട്ടി നിക്കറൊക്കെ ഇട്ടുണ്ട് വെള്ളാരം കല്ലും കൊണ്ട് നടക്കുന്ന എന്നെ അവിടെ സ്ക്രീനിൽ കാണിച്ചു തരും. ഇത് നീയാണോ അതെ നിൻ്റെ വേറെ ഏതെങ്കിലും ഡൂപ്പാണെന്ന് ചോദിക്കുക. അവിടെ നമ്മൾ സറണ്ടർ ആവും. കർത്താവേ ആരോടും പറഞ്ഞ് നാറ്റിക്കരുത്, സംഭവം വിട്ടേക്ക്, എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. കർത്താവ് അഡ്ജസ്റ്റ് ചെയ്യോ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിന്റെ പ്രവർത്തിക്കൊത്ത പ്രതിഫലം വാങ്ങാൻ നീ വന്നേ പറ്റൂ. ഒരു കോംപ്രമൈസും അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും അവിടെ നടക്കത്തില്ല എന്ന് വ്യക്തമായി കൊരിന്ത്യ ലേഖനം നമ്മളെ പഠിപ്പിക്കുക. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ, കൃത്യമായിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മനസ്സിലാക്കി പോവാം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. ഒരു മാറ്റവും ഇല്ല, അവിടെ വന്ന് നിന്നേ പറ്റൂ. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നീ വന്ന് നിന്നേ പറ്റൂ. റോമാലേഖനം 2:5 വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം മുതൽ. എന്നാൽ ദൈവത്തിന്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുത്തുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ്. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യത്രേ ഉള്ളൂ, എടാ നീ ദൈവത്തിന്റെ ക്രോധത്തിന്റെ ദിനത്തിന് വേണ്ടി നീ എന്ത് ചെയ്യാണ്? ദൈവത്തിന്റെ ക്രോധം സംഹരിച്ചു വെക്കാൻ നീ അവിടെ നോക്കിയിരിക്കുക. നമ്മൾ നോക്കുമ്പോൾ ഇന്ന് കർത്താവിന്റെ വചനത്തിനെതിരെ ഞാൻ സംസാരിച്ചു, പ്രവർത്തിച്ചു, ശിക്ഷ വരുന്നുണ്ടോ? ഉടനടി ശിക്ഷ വരുന്നുണ്ടോ? അടി അപ്പം തന്നെ വരുന്നുണ്ടോ? ഉണ്ടോ? ഇവിടുന്ന് ഒരു ബോൾ അങ്ങോട്ട് വീക്കി, അത് അപ്പം തന്നെ തിരിച്ചു വരുന്നുണ്ട് അല്ലേ? സാധാരണ ഒരു റബ്ബർ പന്താണെങ്കിൽ താഴോട്ട് വീക്കുക, അത് പൊന്തി വരും, അങ്ങോട്ട് വീക്കുക, തിരിച്ചു വരും. ആർക്കെങ്കിലും ഇതുവരെ കിട്ടാത്തൊരു സാധനമായിരിക്കും, അല്ല കിട്ടിയൊരു സാധനമായിരിക്കും, വെറുതെ വീക്കി തലയിൽ തിരിച്ചു വന്ന് കൊണ്ടാക്കുന്നവരായിരിക്കും മിക്കവരും. ചുമ്മാ തമാശയ്ക്കായാലും അങ്ങോട്ട് വീക്കി അപ്പം തന്നെ തിരിച്ചു വന്ന് കൊണ്ടിട്ടുണ്ടാവും. ഇതുപോലെ നമ്മൾ പാപം ചെയ്തിട്ടോ തിന്മ ചെയ്തിട്ടോ ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല എന്ന് കരുതി എന്നും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവന് ശിക്ഷ വിധിക്കില്ലേ? ശിക്ഷ കിട്ടാത്തതാണോ? ഉറപ്പായിട്ടും ശിക്ഷ വിധിക്കും. ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കേണ്ടി വരും. അവിടെയാണ് റോമാലേഖനം 2:5 പറയുന്നത്. ഇതെന്താണ് ആ പ്രോസസ്സ് എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. അതാണ് ആ വാക്യം, വായിച്ചോ. എന്നാൽ ദൈവത്തിന്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുത്തുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ്. അനുതാപമില്ലാതെ നീ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ക്രോധത്തിന്റെ ദിനത്തിന് വേണ്ടി നീ തന്നെ സംഭരിച്ചു കൂട്ടുക. നിന്റെ അക്കൗണ്ടിൽ പൈസ കുറയണ്ട, നീ പേടിക്കണ്ടെന്ന്. സംഹാരത്തിന്റെ ദിനത്തിൽ ഇടി വാങ്ങാനായിട്ട് ആവശ്യം പോലെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ സമ്പാദിച്ചേക്കുന്ന ആരാ? ഒന്ന് കൈവക്കേ. ദൈവത്തിന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ തിരിച്ചു കിട്ടാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സമ്പാദിച്ചു വെച്ചേക്കുന്ന ആരാ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പാപികളിൽ ഒന്നാമൻ ഞാൻ എന്നാ പറയുന്നത്. പാപികളിൽ ഒന്നാമൻ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയാണ്,
അങ്ങോട്ട് ദൈവത്തിന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ സമ്പാദിച്ചു വച്ചിരിക്കുന്നതിൽ ശ്രേഷ്ഠനായ ഒരുവനാണ് ഞാൻ. പാപികളിൽ ഒന്നാമൻ ഞാൻ ഓടുകയാണ്, ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിച്ചവനാണ് ഞാൻ, സഭയെ തകർത്താൻ ശ്രമിച്ചവനാണ് ഞാൻ, പീഡിപ്പിച്ചവനാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ഓടുന്നത് ക്രിസ്തുവിന് വേണ്ടി. അതാകട്ടെ എൻ്റെ പാപത്തിൻ്റെ ഫലം എങ്ങനെയെങ്കിലും അവസാനിക്കണം. ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് പോകരുത്. എൻ്റെ അജ്ഞതയുടെ കാലത്തെ ദൈവം എന്ത് ചെയ്യണം? മാറ്റണം. എൻ്റെ വിശുദ്ധിയുടെ കാലത്തിൽ ദൈവം എനിക്ക് വേണ്ടി മാർക്കിടണം. നീതിയുടെ കിരീടം ദൈവം എന്നെ ഏൽപ്പിക്കണം. അപ്പസ്തോലൻ തൻ്റെ ലേഖനത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി, ഞാൻ നല്ലവണ്ണം ഓടി, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, നീതിയുടെ കിരീടം ദൈവം എൻ്റെ ശിരസിൽ വയ്ക്കുമെന്ന് പ്രത്യാശയോടെ ഏറ്റുപറയുന്ന അപ്പസ്തോലൻ നമുക്ക് കാണാൻ പറ്റും. കാരണം അതേ അപ്പസ്തോലൻ തന്നെ പറയുകയാണ്, പാപികളിൽ ഒന്നാമനായിരുന്നു ഞാൻ. യേശുവിൻ്റെ മുമ്പിൽ ഒരുവൾ വന്ന് പറയുമ്പോൾ, ഒരു പെൺകുട്ടി വന്ന് തലമുടി കൊണ്ട് നാർദീൻ തൈലൊക്കെ ഒഴിച്ച് തലമുടി കൊണ്ട് തുടച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ ചെയ്തത്? ഇവിടെ പലരുണ്ടല്ലോ ശ്രേഷ്ഠരായിട്ടുള്ളവർ, അവരാരും ഇത് ചെയ്തില്ല. എന്നിട്ട് യേശു പറയുകയാണ്, ആരെയാണോ ഏറ്റവും കൂടുതൽ പുറത്തു കൊടുത്തത്, ഏറ്റവും കൂടുതൽ ആർക്കാണോ ക്ഷമിച്ചു കൊടുത്തത്, അവൻ കൂടുതൽ തീഷ്ണതയോടെ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് പൗലോസ് കൂടുതൽ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചത്. അല്ലേ പൗലോസ് പറയുന്നത്, ഞാൻ പാപികളിൽ ഒന്നാമൻ. എൻ്റെ സഹോദരങ്ങൾ അത്രയും ദുഷ്ടന്മാരല്ല. ഞാൻ ദൈവത്തോടുള്ള തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവനാ. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമപ്രായക്കാർ അത്രയും ഉടായ്പല്ല. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ സത്യം എനിക്ക് ബോധ്യം കിട്ടിയ അന്ന് മുതൽ ഞാനിത് ഓടുക. കാരണം എനിക്കറിയാം, ഒരു നീതിയോടെ പ്രവർത്തിക്കുന്ന, തൻ്റെ ശരീരത്തിൽ ചെയ്ത പ്രവൃത്തിക്ക് വിധി കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന്? ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് സംശയമുണ്ട് പല കാര്യത്തിലും. ഞങ്ങൾ കർത്താവിൻ്റെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത് എന്ന് പറയുന്നവർക്ക് ഈ വചനത്തിൽ വിശ്വാസമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. എത്ര പേർക്ക്, എത്ര ആളുകൾക്ക്, ശ്രേഷ്ഠന്മാരായി നമ്മൾ കരുതുന്ന ലോകത്തിൻ്റെ ഏത് വ്യക്തികളെടുത്തോ, ഞാൻ ഒരു സഭയും ഒരു ഡിനോമിനേഷനെയും ഒരു മിനിസ്ട്രി ഒന്നിനെടുക്കുന്നില്ല. ദൈവം വിധിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? സ്വന്തം മനസാക്ഷിയെ തൊട്ടുകൊണ്ട് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവം വിധിക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും? എത്ര പേർക്ക് പറയാൻ പറ്റും? ദൈവം നീതിയോടെ എൻ്റെ പ്രവർത്തിക്കൊത്ത് വിധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് എത്ര പേർക്ക് നമുക്ക് പറയാൻ പറ്റും? എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ നീതിമാനല്ല. ദൈവം തൻ്റെ നീതിയുടെ അളവുകോല് വെച്ച് എന്നെ അളന്നാൽ ഉറപ്പ് ഞാൻ പാപിയാ, ഞാൻ തിന്മ ചെയ്തവരാ. എനിക്ക് ആകെ ഒരു ഉറപ്പേ ഉള്ളൂ, ദൈവം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായതിനാൽ ഞാൻ രക്ഷ പ്രാപിക്കും, ഞാൻ നിത്യജീവൻ പ്രാപിക്കും, ഞാൻ അനുഗ്രഹത്തിൽ വരും. അതൊന്നും എൻ്റെ യോഗ്യതയല്ല, എൻ്റെ പ്രവൃത്തിയല്ല, എൻ്റെ ഉരുള നേർച്ചയല്ല, ഞാൻ മലയിൽ കയറിയിട്ടല്ല, എൻ്റെ തലയിൽ കല്ല് വെച്ചിട്ടല്ല, ഞാൻ ചെരുപ്പിടാൻ നടന്നിട്ടല്ല, ഞാൻ ചെയ്ത യാതൊരു കാര്യത്തിലുമല്ല. ദൈവം നീതിയോടെ എന്നെ വിധിക്കുന്നത് ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ക്രൂശാണ് എനിക്ക് വേണ്ടി എൻ്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അതായത് എൻ്റെ പാപത്തിൻ്റെ കനം ത്രാസിൻ്റെ ഇപ്പുറത്ത് വെച്ചു, യേശുവിൻ്റെ കാൽവരി ക്രൂശ് ഇപ്പുറത്ത് വെച്ചു. ഇത് രണ്ടിനെയും ഈക്വൽ ആക്കിയിട്ട് എന്നോട് കടന്നു പൊക്കോളാൻ പറഞ്ഞാൽ ഞാൻ രക്ഷ പ്രാപിക്കും. അല്ലേ ഉറപ്പ്, ഞാൻ നശിക്കും, ഞാൻ തകരും, ഞാൻ ഇല്ലാതെയാകും. ആകെ രക്ഷ പ്രാപിക്കേണ്ട ഒരൊറ്റ വഴിയേ ഉള്ളൂ, യേശുവിൻ്റെ കാൽവരിയിലെ ക്രൂശ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. 1 കൊരിന്തോസ് 4 അധ്യായം 5 വാക്യം വായിക്കാം. 1 കൊരിന്തോസ് 4:5. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്, കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ. ആമേൻ. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ ആരെയും വിധിക്കരുത്. നിങ്ങൾ ആരെയും വിധിക്കരുത്. നിങ്ങളായിട്ട് ഒരു വ്യക്തിയെയും വിധിക്കാൻ പോണ്ട. ഇത് പറയുമ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, താനല്ലടോ ഏറ്റവും കൂടുതൽ വിധിക്കുന്നവൻ? തൻ്റെ യൂട്യൂബ് ചാനലൊന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിധി അല്ലാതെ പിന്നെ എന്ത്, നാടൻ ഭാഷ പറഞ്ഞാൽ എന്ത് കോക്കനട്ടാണ് പിന്നെ ഉള്ളത്? അല്ലാതെ പിന്നെ എന്താണ്? കാലത്തൊടിക്ക് വൈകുന്നേരം വരെ കൃപാസനം ശരിയല്ല എന്ന് വിധിക്കുന്നവനാണ് നീ. കാലത്തൊടിക്ക് വൈകുന്നേരം വരെ മരിയോളജിയിലെ തിന്മകളെ വിധിക്കുന്നവനാണ് നീ. എന്നിട്ട് നീ പറയുകയാണ് ആരെയും
വിധിക്കരുത്. എന്തായാലും വാക്യം വായിക്കുക, വചനം വായിക്കുക, നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്. കർത്താവ് വരുന്നത് വരെ കാത്തിരിക്കുവിൻ. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. ഈ സിറ്റുവേഷൻ നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലനെ അത്രയും മോശക്കാരനായി മുദ്രകുത്തി വളരെ അധികം താഴ്ത്തിക്കെട്ടി കൊരിന്ത്യയിലെ സഭയിലെ ചില ആളുകൾ ഗ്രൂപ്പിനെ രണ്ടായി ഭാഗിച്ച് നിർത്തുന്ന സമയത്താണ് അപ്പോസ്തലൻ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കുന്നത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. നിങ്ങളോ ഏതെങ്കിലും ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുന്നുവെങ്കിൽ അത് ഞാൻ കാര്യമാക്കുന്നില്ല, ഞാനും എന്നെ വിധിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല, എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടുവെന്ന് അർത്ഥമില്ല. എന്നെ വിധിക്കുന്നവൻ കർത്താവാണ്. ഇത് പറഞ്ഞിട്ടാണ് അപ്പോസ്തലൻ ഈ വാക്യം പറയുന്നത്. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ ആരെയും വിധിക്കണ്ട. നിങ്ങൾ ഒരു മനുഷ്യരെയും മുൻകൂട്ടി വിധിക്കണ്ട. ആര് വിധിക്കും? ദൈവം, കർത്താവ്, ന്യായാധിപൻ, സർവശക്തനായവൻ വിധിക്കുക തന്നെ ചെയ്യും. നമ്മൾ വിചാരിക്കണ്ടോ ഉടായിപ്പ് കാണിച്ചവൻ രക്ഷപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കണ്ടോ? ഉണ്ടോ? നമ്മളെ കബളിപ്പിച്ച, ആത്മീയ മുഖം മൂടി വെച്ചിട്ട് ഉടായിപ്പ് കാണിച്ച അവൻ രക്ഷപ്പെടുമോ? രക്ഷപ്പെടാൻ ദൈവം അനുവദിക്കുമോ? ദൈവം വിടുമോ അവനെ? എൻ്റെ ദൈവം വിടത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവനെ വിടത്തില്ല. അവൻ ആര് തന്നെയായാലും വിടത്തില്ല. പിന്നെ നമ്മൾ വിധിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? ആരാ വിധിക്കേണ്ടത്? പിന്നെ നമ്മൾ എന്താണ് വിധിക്കുന്നത്? നമ്മൾ എവിടെയാണ് വിധിക്കുന്നത്? നമ്മളൊരു വിധിയല്ല കൊടുക്കുന്നത്, നമ്മൾ കറക്ഷൻസ് ആണ്. അതായത് പോകുന്ന വഴി, ഇപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ഒരു സ്റ്റെപ്പ് താഴോട്ട് വീഴാൻ പോകുമ്പോൾ, ഇപ്പം ഇത് നിങ്ങൾ ഇരിക്കുന്നത് ഞാനിരിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഒരു 6 മാസം പ്രായമായൊരു കുഞ്ഞ് എഴഞ്ഞ് നടക്കുന്നൊരു കൊച്ച് ഓടി ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുന്ന എത്ര പേര് കൈയും കെട്ടി നോക്കിയിരിക്കും? നിങ്ങൾ ഓടി വന്നതിനെ പിടിക്കാൻ നോക്കും അല്ലേ? 2 പ്രാവശ്യം 3 പ്രാവശ്യം വരുമ്പോൾ ഓടി വന്ന് പിടിക്കാൻ നോക്കും, തീയിലേക്ക് തൊടാൻ നോക്കും, വിളക്കുമ്പോൾ പിടിക്കാൻ നോക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യും. എന്തുകൊണ്ടാണ്? അവനോട് സ്നേഹം. അത് ചെയ്താൽ അപകടം പറ്റുമെന്നുള്ളത് കൊണ്ട്, അവന് പ്രശ്നം വരുമെന്നുള്ളത് കൊണ്ട് അവനെ സംരക്ഷിക്കാൻ, അവനെ രക്ഷിക്കാൻ, അവനെ തിരുത്തി കൊടുക്കും. അവനോട് പറയും, മോനെ അത് ചെയ്യരുത്, മോനെ ഇങ്ങനെ ചെയ്യരുത്. ഒരു കൊച്ചു കുഞ്ഞ് ചെയ്യുന്ന ഏത് കാര്യത്തെയും തിരുത്തി കൊടുക്കും. അറിവിൽ ശിശുക്കളായവർ ചെയ്യുന്ന തെറ്റിനെ നമ്മൾ ദൈവവചന അടിസ്ഥാനത്തിൽ തിരുത്തുന്നു. കൃപാസനം ക്രിസ്തീയമല്ല. നമ്മൾ പറഞ്ഞപ്പോൾ പ്രശ്നമായിരുന്നു. കൃപാസനം എന്താണ്? കൃപയുടെ സിംഹാസനം, അതാണ് അതിൻ്റെ അർത്ഥം. കൃപാസനം എന്താ അർത്ഥം? കൃപയുടെ സിംഹാസനം. മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്തുവാ? മാതാവല്ല, കൃപയുടെ ഉറവിടം. അതുകൊണ്ട് കൃപയുടെ മധ്യസ്ഥ എന്ന് മാതാവിനെ വിളിക്കരുത്. കൃപാസനം മാതാവല്ല. ആരാ പറഞ്ഞേ? മാർപ്പാപ്പ. മാർപ്പാപ്പ പറഞ്ഞപ്പോ ഓക്കെ, ഞാൻ പറഞ്ഞപ്പോ നീ വിധിക്കരുതാ എന്ന് പറഞ്ഞു. ദൈവവചന അടിസ്ഥാനത്തിൽ അവിടുന്ന് കൃത്യമായ നിലപാടാണ്. കൃപയുടെ സിംഹാസനം മാതാവല്ല. അപ്പോഴാണ് നമ്മളിവിടെ പാടിക്കൊണ്ടിരിക്കുന്നത് കൃപാസന മാതാവേ. കൃപാസന മാതാവേ എന്ന് പറയുമ്പോൾ കൃപയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന മാതാവേ. ആരാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? കൃപയുടെ സിംഹാസനത്തിൽ ആരാ ഇരിക്കുന്നത്? യേശുവാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നത് മാതാവിനെയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അത് തെറ്റാണെന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർക്കത് സ്വീകരിക്കാൻ പറ്റിയില്ല. നമ്മൾ ഒരാളെയും വിധിക്കുകയല്ല ചെയ്യുന്നത്, പകരം തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതല്ല ദൈവവചനം പറയുന്നത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ എൻ്റെ അഭിപ്രായത്തിലാണോ ഞാൻ പറയുന്നത്? ഞാൻ ഇന്ന് വരെ എനിക്ക് അഭിമാനത്തോടെ പറയാം, ഞാൻ ഒരു കാര്യവും ഡെസ്റ്റിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ടില്ല. ദൈവവചനം എന്ത് പറയുന്നോ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതല്ല വിധി. വിധി ഏതാണ്? നിങ്ങൾ വിധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ഇൻഡിവിജ്വലി എടുത്തിട്ട് അവൻ നാശമാണ്, തകർക്കാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിധി കൽപ്പിക്കുക. ഏതെങ്കിലും ഒരു ന്യായാധിപനോ ന്യായാധിപ സംഘമോ വിധി കൽപ്പിക്കുന്നതിന് മുൻപ് മനുഷ്യനായി വിധിക്കുന്നു. ഇപ്പോൾ ഒരാൾ സംശയാസ്പദമായി കൊലപാതകി എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടാൽ പോലും കോടതി എന്താ ചെയ്യുന്നത്? പ്രതി എന്നേ പറയത്തുള്ളൂ. സംശയിക്കുന്ന പ്രതി, അയാളാണ് കുറ്റവാളി എപ്പോഴാണ് ഉറപ്പിക്കുന്നത്? ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സകല വിചാരണയും കഴിഞ്ഞ് അവസാനമാണ് ഇവനാണ് കുറ്റവാളി എന്ന് വിധിക്കുന്നത്. എത്രയോ സമയം എടുത്തിട്ട്, എത്രയോ പ്രോസസ്സ് എടുത്തിട്ട്. നമ്മൾ അങ്ങനെയാണോ? ആണോ? സംശയത്തിൻ്റെ നിഴൽ വേണ്ട, ഒരു ചെറിയ സാധനം മതി, നമ്മൾ അവന് വിധിച്ചു കഴിഞ്ഞു. അവൻ കുറ്റവാളിയാണെന്നും അതാണെന്നും നമ്മളെല്ലാ പരിപാടിയും തീർക്കും, വിധിയും കഴിക്കും, എല്ലാ പരിപാടിയും തീർക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന.
യേശുവേ ആരാധന. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യം. 8-ാം വാക്യം. ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവേ. അവൻ സ്വതന്ത്രനോ, അവൻ അച്ഛനോ, അവൻ മാർപ്പാപ്പയോ, അവൻ പാസ്റ്ററോ ആരുമാകട്ടെ, അവൻ്റെ പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം തന്നെ ലഭിക്കും. 1 പത്രോസ് 4:5 അതുകൊണ്ട് വായിക്കാം. അല്ല, 1 പത്രോസ് സ്കിപ്പ് ചെയ്യാം. യൂദ എടുത്തോ. യൂദ കാരണം അത്രയും വായിച്ചു പോകാനുള്ള സമയം നമുക്കില്ല. ഇതെല്ലാം പറയുന്ന ഒരേ ആശയം തന്നെയാണ്. യൂദ 1:14-15 ഒന്ന് എടുക്കാം. അത് കുറച്ചും കൂടി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു പോകേണ്ട കാര്യമാണ്. യൂദ ഒരൊറ്റ അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 14 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആദത്തിൽ നിന്ന് 7-ാം തലമുറക്കാരനായ ഹെനോക്ക് പ്രവചിച്ചത് ഇവരെ കുറിച്ചാണ്. കണ്ടാലും കർത്താവ് തന്റെ വിശുദ്ധരുടെ 10,000 കൂടി ആഗതനായിരിക്കുന്നു. എല്ലാവരുടെയും മേൽ വിധി നടത്താനും സകല ദുഷ്ടരെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെ പേരിലും തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂരവാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കാനും അവിടുന്ന് വരുന്നു. ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാനൊരു 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു ചിന്തയായിട്ട് ഇട്ട് തരിക. ഒന്ന്, യൂദ ലേഖനം, അദ്ദേഹം ലേഖനത്തിൽ പറയുന്നൊരു കാര്യം, ആദത്തിൽ നിന്നും 7-ാം തലമുറക്കാരനായ, അല്ലേ, ആദത്തിൻ്റെ 7-ാം തലമുറക്കാരനായ ഹെനോക്ക് പ്രവചിച്ചത്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഹെനോക്കിൻ്റെ പ്രവചനം ഇതെവിടെയാണ് കിടക്കുന്നത്? ഏത് പുസ്തകത്തിലാണ് ഹെനോക്കിൻ്റെ പ്രവചനം? ഏത് പുസ്തകത്തിലാണ് കിടക്കുന്നത്? ബൈബിളിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ബൈബിളിൽ ഇല്ലാത്തത് കാനോനികമാണോ അല്ലയോ? ആണോ അല്ലേ? നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ? എന്തായാലും ഒരു കാര്യം നമുക്കറിയാം, ഹനോക്ക് പ്രവാചകനാണെന്ന് ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായിട്ട് പറയുന്നു. ഹനോക്ക് പ്രവചിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ബുക്ക് ഓഫ് ഹനോക്കൊക്കെ കിട്ടും. അതിൻ്റെ മലയാളം കോപ്പി കുറച്ച് ചെറിയ പുസ്തകം കിട്ടും. അതൊന്നുമല്ല യഥാർത്ഥ കോപ്പി, കുറച്ച് നീണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് വിടാം. പക്ഷേ ബുക്ക് ഓഫ് ഹനോക്കിൽ ഹനോക്കിൻ്റെ പ്രവചനങ്ങളുണ്ട് ഒരുപാട്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആദത്തിൻ്റെ 7-ാം തലമുറക്കാരനായ ഹനോക്ക് പ്രവചിച്ചത് ഇവരെ കുറിച്ചാണ്. എന്നിട്ട് ആ പ്രവചനം എന്താണെന്നുള്ളത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ടാലും കർത്താവ് തൻ്റെ വിശുദ്ധരുടെ 10,000 ആഗതനാകുന്നു, എല്ലാവരുടെയും മേൽ വിധി നടത്താനും സകല ദുഷ്ടരെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെ പേരിലും തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂരവാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കാനും അവിടുന്ന് വരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഹനോക്കിൻ്റെ കർത്താവ് ആരാണ്? ഹനോക്കിൻ്റെ കർത്താവ് ആരാണ്? ആരാണ്? ഹനോക്ക് കണ്ട ഹനോക്കിൻ്റെ ദൈവം ആരാണ്? ആരാണ് വിധിക്കുന്നത്? ആരാണ്? ഈ കുഴച്ച് വെച്ചേക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെടുക്കണം. ഞാനൊരു ബോർഡ് ഉണ്ടെങ്കിൽ വരച്ചെങ്കിലും വെക്കായിരുന്നു. ആരാണ് വിധിക്കുന്നത്? പഴയ നിയമം മുഴുവൻ പറയുന്നത് യഹോവ വിധിക്കുന്നതല്ലേ? നമ്മൾ കുറേ വാക്യങ്ങളെടുത്ത് വായിച്ചു. പഴയ നിയമത്തിൽ മുഴുവൻ പറയുകയാണ് യഹോവയാണ് വിധിക്കുന്നത്. സർവശക്തനായ യഹോവ കർത്താവ് തന്നെയാണ് വിധിക്കുന്നത്. ഇതാ ഹനോക്ക് തൻ്റെ പ്രവചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, വിശുദ്ധരുടെ 1000 10,000 കൂടെ വരുമ്പോൾ അവനാണ് വിധികർത്താവ്, അവനാണ് വിധിക്കുന്നത് എന്ന് ഹനോക്ക് പറയുമ്പോൾ ഹനോക്ക് കണ്ടത് ആരെയാണ്? യേശുവിനെയാണോ? പിതാവിനെയാണോ? കാരണം തൻ്റെ വിശുദ്ധരുടെ 10,000 വരുന്നവൻ ആരാണെന്നാണ് ബൈബിൾ പറയുന്നത്? അത് യേശു ക്രിസ്തുവാണ്, അല്ലേ? മത്തായി സുവിശേഷം 25-ാം വാക്യം വായിച്ചു, തൻ്റെ വിശുദ്ധരോടുകൂടെ മഹത്വത്തിൽ അവൻ എഴുന്നള്ളുമ്പോൾ അവൻ വിധികർത്താവായി നിൽക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞു. സുവിശേഷത്തിൽ അനേക പ്രാവശ്യം യേശു പറഞ്ഞു, താൻ തൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിൽ എഴുന്നള്ളും, വിശുദ്ധരോടുകൂടെ വരും, ഞാൻ വിധിക്കും എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഹനോക്ക് കണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് നമുക്ക് പറയാം, ഹനോക്ക് കണ്ടത് യേശുവിനെ കണ്ടിട്ടാണ് ഹനോക്ക് അത് പ്രവചിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹനോക്കിൻ്റെ ദൈവമാണ് യേശു. ഒരു കോംപ്രമൈസും ഇല്ല. സർവശക്തനായ യഹോവ തന്നെ, പിതാവ് തന്നെ, പുത്രനായ യേശു തന്നെ നമ്മുടെ ദൈവം. ഇത് ആരും മാറ്റാൻ പറഞ്ഞാലും തിരിക്കാൻ പറഞ്ഞാലും ചിന്തിക്കുന്നത് മാറിയാലും നമുക്കൊരു കാര്യത്തിൽ ഉറപ്പാണ്, പഴയ നിയമ പ്രവാചകന്മാർ ആദത്തിൻ്റെ 7-ാം തലമുറക്കാരൻ പ്രവചിച്ചു വെച്ചിരിക്കുക, ഇതാ യേശു താൻ ദൈവം, അവൻ തൻ സ്വർഗീയ സിംഹാസനത്തിൽ വാഴുന്നവൻ, അവൻ തൻ വിധികർത്താവ്, അവനാണ് സർവശക്തനായ ദൈവം, അവൻ വിശുദ്ധരോടൊപ്പം വിശുദ്ധരുടെ ആ വലിയ സാന്നിധ്യത്തിൽ കടന്നു വരുമ്പോൾ അവൻ നീതിയോടെ ലോകത്തെ വിധിക്കുമെന്ന് ഹനോക്ക് പ്രവചിച്ചു വെച്ചിരിക്കുന്നുവെന്ന് ഹനോക്കിൻ്റെ പുസ്തകം നമ്മുടെ കയ്യിലില്ല. ആകെ നമുക്ക് ഹനോക്കിനെ കുറിച്ച് ഉൽപ്പത്തി 5:18, 21, 24 ആ 3 വാക്യങ്ങളിലാണ് ഹനോക്ക് ആരാണെന്നും എന്താണെന്നുള്ളത്. ഹനോക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു, ഹനോക്ക് ഇന്ന ആളുടെ പുത്രനാണ്. ആകെ 4-5 കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ളൂ.
വേറെ ഒന്നും ദൈവവചനത്തിലില്ല. പക്ഷെ അതേ ഹനോക്കിനെ കുറിച്ച്, അവന്റെ പ്രവചനത്തെക്കുറിച്ച് യൂദ ആത്മാവിൽ നിറഞ്ഞു പറയുകയാണ്, ഹാനോക്ക് പ്രവചിച്ചത് ഞങ്ങൾ കാണുകയും തൊടുകയും സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഞങ്ങൾ കൂടെ നടക്കുകയും ഞങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ഞങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യുന്ന സർവശക്തനായ യേശു ക്രിസ്തുവിനെ തന്നെയാണ് ഹനോക്ക് കണ്ടത്. അവനാണ് വിധികർത്താവ്, അവനാണ് വിധിക്കുന്നവരെന്ന് യൂദ തൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക. വായിച്ചോ, 14, 15 ഒന്നും കൂടി വായിച്ചോ, നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും. ആദത്തിൽ നിന്ന് 7-ാം തലമുറക്കാരനായ ഹെനോക്ക് പ്രവചിച്ചത് ഇവരെ കുറിച്ചാണ്. കണ്ടാലും കർത്താവ് തന്റെ വിശുദ്ധരുടെ 10,000 കൂടെ ആഗതനായിരിക്കുന്നു. എല്ലാവരുടെയും മേൽ വിധി നടത്താനും സകല ദുഷ്ടനെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെ പേരിലും തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂരവാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കാനും അവിടുന്ന് വരുന്നു. യേശു നേരത്തെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ഇവിടെ പറഞ്ഞ സകല ദുഷ്ടരുടെയും പേരിലും തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂരവാക്കുകളുടെ പേരിലും, യേശുവിനെതിരെ പറഞ്ഞ എല്ലാ ക്രൂരവാക്കുകളുടെ പേരിലും നിന്നെ ശിക്ഷിക്കുമെന്ന് ഇവിടെ യൂദ പറയുകയാണ്. അതായത് യേശുവിൻ്റെ 1-ാം വരവിൽ മനുഷ്യപുത്രനെതിരെ ആരെന്ത് പറഞ്ഞാലും ക്ഷമിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞു. പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞാലോ ക്ഷമിക്കത്തില്ല. മനുഷ്യപുത്രനെതിരെ പറഞ്ഞാൽ ക്ഷമിക്കും. കാരണം എന്താ? മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശിക്ഷ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. മനുഷ്യപുത്രൻ കാൽവരിയിൽ ക്രൂശിതനാകാൻ, ശിക്ഷ വിധിക്കാനല്ല, രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യപുത്രനെതിരെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, നിന്നോട് ക്ഷമിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനെ എതിരെ പറഞ്ഞാൽ ശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് പറഞ്ഞത്, ഇനി വരുന്ന ക്രിസ്തു മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ നീ പറയരുത് ഇത് യേശു ആണോന്നോ, അല്ലെങ്കിൽ യേശുവിനെതിരെയോ പരിശുദ്ധാത്മാവിനെതിരെയോ ഈ പ്രബോധനങ്ങൾക്കെതിരെയോ ദൈവിക വചനങ്ങൾക്കെതിരെയോ ദൈവിക ശുശ്രൂഷകൾക്കെതിരെയോ പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഡെലിവറൻസിനെതിരെയോ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്കെതിരെയോ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞ് ശിക്ഷിക്കുന്നു പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എങ്ങനെ മനസ്സിലാക്കുക? എന്താണ് പരിശുദ്ധാത്മാവിനെതിരെ ഒരുവൻ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റും, അല്ലേ? ഒരു പരിശുദ്ധാത്മാവിൽ ഒരു ഡെലിവറൻസ് നടക്കുകയാണ്, പരിശുദ്ധാത്മാവിൽ ഒരു ശുശ്രൂഷ നടക്കുകയാണ്. അതിനെതിരെ പറഞ്ഞാൽ അത് ആർക്കെതിരെയാണ്? ആ ശുശ്രൂഷയ്ക്കെതിരെ പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനെതിരെയാണ്. അവിടെയാണ് ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്. അപ്പം എവിടെ ശിക്ഷിക്കപ്പെടില്ല, എവിടെ ശിക്ഷിക്കപ്പെടുമെന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വിഷയമല്ല, അതിലേക്ക് കൂടുതൽ പോയാൽ ഒട്ടും തീരത്തില്ല എന്നുള്ളത് കൊണ്ട് ഞാനവിടെ സ്കിപ്പ് ചെയ്യാണ്. എന്തായാലും ഇവിടെ കൃത്യമായി ഹനോക്ക് പ്രവചിച്ചു വെച്ചു, സർവശക്തനായ കർത്താവ് യഹോവ തന്നെയാണ് ആര്? ക്രിസ്തു യേശു. അവനാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അതിന് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞു വെച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെ വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെ വാക്യം. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും കണ്ടു. ഞാൻ ഒരു സിംഹാസനത്തെ കണ്ടു, നീതിപൂർവം വിധിക്കുന്ന നീതിമാനായ ദൈവം ഇരിക്കുന്ന ഒരു സിംഹാസനത്തെ ഞാൻ കണ്ടു, അതിൽ ഇരിക്കുന്നവനെയും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു, അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ സിംഹാസനത്തിന് മുമ്പിൽ എല്ലാവന്മാരും ഉണ്ട്, എല്ലാ ഡിനോമിനേഷനും ഉണ്ട്, എല്ലാ ഡെസിഗ്നേഷനും ഉണ്ട്. അതിപ്പോൾ മാർപ്പാപ്പ മുതൽ അൽമായൻ വരെയുള്ളവൻ സകലരും ഉണ്ട്. പാസ്റ്ററും ഉണ്ട്, അച്ഛനും ഉണ്ട്, ബ്രദറും ഉണ്ട്, ഇവാഞ്ചലിക്കലും ഉണ്ട്, സകലവന്മാരും ഉണ്ട്. ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവന്മാരും വിധിക്കപ്പെടും, അവനവന്റെ പ്രവർത്തിക്കൊത്തവണ്ണം വിധിക്കപ്പെടും. വീണ്ടും വായിക്കുമ്പോൾ ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. ഒരു പുസ്തകം അവിടെ തുറന്നു ദൈവം, അത് ജീവന്റെ ഗ്രന്ഥമാണ്. ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തിക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. ഇത് കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചേക്കുക. നിന്റെ പ്രവൃത്തി എന്താണ്? നീ മറന്നുപോകും, ഞാൻ മറന്നുപോകും, അല്ലേ? കോഴിനെ കൊന്ന കാര്യം ഞാൻ ഇപ്പോൾ ഓർത്ത, കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ വിഷയം എഴുതി വെച്ചിരിക്കുന്നതാണ്. 2 സ്ഥലത്ത് ഈ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ പോയി, നടന്നില്ല, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആത്മാവ് വേറെ വിഷയത്തിലേക്ക് കൊണ്ടുപോയി. പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഈ പുസ്തകം അടച്ചു വെച്ചിട്ട് ഞാൻ വേറെ ക്ലാസ് എടുത്തു.
തൃശ്ശൂർ ഈ വിഷയം പറയാൻ ഒരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പുസ്തകം അടച്ച് വേറെ വിഷയത്തിലേക്ക് പോയി. ഈ വിഷയം തൊടാൻ എന്നെ അനുവദിച്ചില്ല ദൈവം. വേറെ വിഷയമാണ് 2 സ്ഥലത്തും ക്ലാസ് എടുത്തത്. പക്ഷെ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ത് പറയും ഇതിനോട് കമ്പാരിസൺ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പ്രവൃത്തി എടുത്തിട്ട് പറയടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഈ നാണം കെട്ട പരിപാടി തന്നെ ഞാൻ പറയണോ? അതായത് 4ാം ക്ലാസ്സിൽ കുഞ്ഞിനിക്കറുണ്ട് കോയിനെ കൊന്ന കഥയൊക്കെ പറയണോ? നിനക്ക് പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നിനക്കിപ്പോഴും അതൊക്കെ അപമാനമാണെങ്കിൽ നീ പറയണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ പറയാനാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. കളിയാക്കുകയാണെങ്കിൽ കളിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് തുടങ്ങിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ദൈവവചനം വ്യക്തമായിട്ട് പറയുകയാണ്, നീ ചെയ്തു വെച്ച ഓരോ ചെറിയ കാര്യവും എവിടെ എഴുതിയിട്ടുണ്ട്? പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിന്നെ വിധിക്കുന്നൊരു ദിവസമുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. ആ വാക്യം വായിച്ചോ മോനെ, ഏറ്റവും ലാസ്റ്റ് വായിച്ചോ വാക്യം വായിച്ചോ. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. 12ാം വാക്യം, മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു, അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നവ പ്രവൃത്തിക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. എല്ലാവരും വിധിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ അവിടെ നിന്നും കുറച്ചും കൂടി ഉണ്ട്. 22:12 കൂടി ഒന്ന് വായിച്ചോ. 22:12. അപ്പോൾ അത് മറക്കുന്നതിന് മുമ്പ് നമ്മൾ ആ വാക്യം ഒന്ന് മനസ്സിലാക്കിയാണ് പോകാമെന്ന് വെച്ചിട്ട്. ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തിക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. വാക്യം വായിക്കി. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമത്തേതും ഒടുവിലത്തേതും ആദിയും അന്തവും. ഇതാരെ കുറിച്ച് പറയുന്നത്? ഇതാ ഞാൻ വേഗം വരുന്നു. ആരാണ് ഞാൻ? യേശുവാണ്. അപ്പൊ പ്രവർത്തിക്കത്തെ പ്രതിഫലം തരുന്ന ആരാണ്? യേശുവാണ്. വിധിക്കുന്നത് ആരാണ്? യേശുവാണ്. യാതൊരുവിധ മാറ്റവും യേശു തന്നെയാണത് ചെയ്യുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ സമ്മാനവും കൊണ്ടുവരുന്നു, ഓരോരുത്തർക്കും അവനവന്റെ പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ. ഇപ്പൊ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാ? പഴയ നിയമ പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞ സിംഹാസനത്തിൽ ആരാണ് ഇരിക്കുന്നത്? പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തെ അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ പുത്രൻ താൻ അവൻ്റെ ദൈവത്തിൻ്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ശിക്ഷ വിധിക്കില്ല മക്കളെ, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്. എന്നാൽ അതേ മഹത്വത്തിൽ വീണ്ടും എഴുന്നള്ളി വരും. ഏത് മഹത്വത്തിൽ? ദൈവത്തിൻ്റെ സമാനത നിലനിർത്താതെ അവൻ ആ മഹത്വത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിരുന്നു. എന്നാൽ ഇനി അവൻ വരുമ്പോൾ അവൻ മനുഷ്യപുത്രനായിട്ടാണോ വരുന്നത്? മനുഷ്യപുത്രൻ തന്നെയാണ് അവൻ. പക്ഷേ അവൻ വരുന്നത് സ്വർഗീയ മഹത്വത്തോടെ തൻ്റെ വിശുദ്ധരുടെ സമൂഹത്തോടൊപ്പം അവൻ എഴുന്നള്ളി വരുമ്പോൾ അവൻ വിധിക്കാൻ തന്നെയാണ് വരുന്നത്. ഇനി വരുന്നത് രക്ഷിക്കാനല്ല, അവൻ വിധി തന്നെ കൽപ്പിക്കും. ഒരു കോംപ്രമൈസും ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. റോമാലേഖനം 14-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യം വായിച്ച് നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. റോമാലേഖനം 14-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ. നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു? അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണല്ലോ. നമ്മളെ ഒരു സഹോദരനെ നമ്മൾ വിധിക്കാൻ പോണ്ട, ഒരൊറ്റ ആളെയും നമ്മൾ വിധിക്കാൻ പോണ്ട. കാരണം നമ്മൾ എവിടെ നിൽക്കും? ദൈവത്തിന്റെ ന്യായാധിപ സംഘത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. താഴോട്ടും വായിക്കാം. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാ മുട്ടുകളും എന്റെ മുൻപിൽ മടങ്ങും. എല്ലാ മുട്ടുകളും എന്റെ മുൻപിൽ മടങ്ങും. എന്റെ മുൻപിൽ മടങ്ങും. എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. സകല നാവുകളും ദൈവത്തെ പുകഴ്ത്തും. ദൈവമേ, ഇത് ഇവിടെയും തീരില്ല, ഞാൻ ഇനിയും വായിപ്പിക്കും വചനം. 4 വചനം കൂടി വേറെ വായിപ്പിക്കും. ഇത് വായിച്ച് അവസാനിപ്പിക്കാതെ വിചാരിച്ച്, പക്ഷേ ഈ 2 ആശയം കൂടി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ സകല മുട്ടും മടങ്ങും. ന്യായാധിപന്റെ മുമ്പിൽ സകല മുഴങ്കാലുകളും മടങ്ങും. അവനെ ആരാധിക്കും, അവനെ സ്തുതിക്കും, അവനെ മഹത്വപ്പെടുത്തും. അപ്പോൾ ആരാണ് ദൈവം? ആരാണ് ദൈവം? യേശുവിന് മുമ്പിൽ മുട്ട് മടങ്ങിയേ പറ്റൂ. യേശുവിനെ ആരാധിച്ചേ പറ്റൂ. യേശുവിനെ ദൈവമായി കണ്ടേ പറ്റൂ. യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. കാരണം എല്ലാ മുട്ടുകളും അവന്റെ മുൻപിൽ മടങ്ങും. സകല മുട്ടുകളും അവന്റെ മുൻപിൽ മടങ്ങും. കുത്തിയവങ്കലേക്ക് നോക്കും. സക്കറിയ പ്രവചനം കിടക്കുക, അത് തന്നെ യോഹന്നാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സകല മുട്ടുകളും മടങ്ങി അവനിലേക്ക് നോക്കുന്ന ഒരു ദിനമുണ്ടെന്ന് ദൈവവചനം പറഞ്ഞു വെച്ചിരിക്കുക. വീണ്ടും നമ്മൾ വായിക്കുകയാണ് ആ വാക്യം. 10 ഒന്നൊന്നും വായിച്ചോ മോനെ. 11 ഒന്നൊന്നും വായിച്ചോ. 10 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാ മുട്ടും എന്റെ മുൻപിൽ മടങ്ങും. സകല മുട്ടുകളും
എൻ്റെ മുൻപിൽ മടങ്ങും. എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. എല്ലാ നാവും ദൈവത്തെ പുകഴ്ത്തും എന്ന് കർത്താവ് ശപഥപൂർവം അരുൾ ചെയ്യുന്നു. ഇതൊരു കാര്യമുണ്ട്. കർത്താവ് വെറുതെ പറഞ്ഞതല്ല, ആണയിട്ട് ശപഥം ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. താഴോട്ട് വായിച്ചോ. ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതായത് ഇത് എഴുതപ്പെട്ട കാര്യമാണിത്. എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങുമെന്നും സകല നാവും അവനെ പാടി പുകഴ്ത്തും, അവനെ ആരാധിക്കും, അവനെ സ്തുതിക്കുമെന്ന് പഴയ നിയമത്തിൽ ശപഥത്തോടെ പറയുകയും എഴുതുകയും ചെയ്ത വിഷയമാണ് എന്നാണ് റോമാലേഖനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എവിടെ എഴുതിയിരിക്കുന്നത്? പഴയ നിയമത്തിൽ എവിടെ എഴുതിയിട്ടുണ്ട്? അതെവിടെയാ? വായിച്ചോ. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 22 മുതൽ വാക്യങ്ങൾ. യെശയ്യാ 45-ന്റെ 22 മുതൽ വാക്യം വായിക്കാം. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. കണ്ടോ എവിടെയാണ് ശപഥം ചെയ്തിരിക്കുന്നത്? യെശയ്യാ പ്രവചനത്തിൽ, ആ പ്രവചനത്തിൽ പറഞ്ഞു. ഒന്നുകൂടി വായിച്ചോ, ആ തുടക്കം തുടങ്ങി വായിച്ചോ. 22 മുതൽ വായിച്ചോ. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, മറ്റൊരു ദൈവമില്ല. ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. നീതിയുടെ വാക്ക് എന്നിൽ നിന്നാണ് പുറപ്പെടുന്നത്. അടുത്ത വാക്യം വായിച്ചോ. എല്ലാവരും എന്റെ മുൻപിൽ മുട്ടുമടക്കും, സകല മുട്ടുകളും എന്റെ മുൻപിൽ മടങ്ങും, എല്ലാ നാവും ശപഥം ചെയ്യും. സകല നാവുകളും യേശു കർത്താവാണെന്ന് ഏറ്റു പറയേണ്ടി വരുമെന്ന് യെശയ്യാ തന്റെ പ്രവചനത്തിൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുകയാണ്. യേശുവാണ് ദൈവം, യേശുവാണ് ന്യായാധിപൻ, സർവശക്തനായ യഹോവയായ ത്രിയേക ദൈവം തന്നെയാണ് യേശു എന്ന് വ്യക്തമായി വചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവുകളും അവനെ പാടി പുകഴ്ത്തും, അവനെ ആരാധിക്കുമെന്ന് യെശയ്യായുടെ പ്രവചനമാണ്. യെശയ്യായുടെ പ്രവചനം പറഞ്ഞപ്പോൾ യെശയ്യാ ദൈവാത്മാവിൽ പറഞ്ഞതാ, വേറൊരു ദൈവമില്ല, ഞാൻ മാത്രമേ ദൈവമുള്ളൂ, മറ്റൊരു ദൈവമില്ല. ഒരേ ഒരു ദൈവം, ഒരൊറ്റ ദൈവം. പക്ഷെ നമുക്ക് ആ ദൈവത്തെ കാണുമ്പോൾ അത് പിതാവായിട്ടും പുത്രനായിട്ടും പരിശുദ്ധാത്മാവായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് മുൻപിൽ വയ്ക്കുന്നത്. ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത്, നമുക്ക് വെളിപ്പെട്ട ആ ദൈവത്തിന്റെ 3 തലങ്ങൾ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, എന്നാൽ ഒരേ ഒരു ദൈവം, ഒരൊറ്റ ദൈവമാണെന്ന് അതേ വചനം തന്നെ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു. സകലരും ഈ സിംഹാസനത്തിന് മുൻപിൽ വരേണ്ടി വരും, മുട്ടുകളെ മടക്കേണ്ടി വരും, ഒരു കോംപ്രമൈസും ഇല്ല. യെശയ്യാ പ്രവചിച്ചത് അപ്പോൾ ആരെക്കുറിച്ചാണ്? യെശയ്യാ കണ്ടത് ആരെയാണ്? യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടിട്ടല്ല യെശയ്യാ പറയുന്നത്. ഒരേ ഒരു ദൈവം, സകല മുട്ടുകളും അവൻ്റെ മുൻപിൽ മടങ്ങും, അവൻ്റെ മുൻപിൽ മടങ്ങേണ്ടി വരും. ഇത് തന്നെയല്ലേ പൗലോസ് തെളിയിച്ചത്? ശപഥത്തോടുകൂടെ എഴുതിയിരിക്കുന്നു അല്ലേ? നമ്മൾ യെശയ്യാ വായിച്ചു, ശപഥത്തോടുകൂടി അവൻ പറഞ്ഞു. റോമാലേഖനം 14:11 പറഞ്ഞു, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാ മുട്ടുകളും എൻ്റെ മുൻപിൽ മടങ്ങും, എല്ലാ നാവുകളും എന്നെ പുകഴ്ത്തും. അതായത് ഇറ്റ്സ് റിട്ടൺ, ഇത് എഴുതിയിരിക്കുന്നു. ആരെഴുതി? യെശയ്യാ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്നു. എല്ലാ മുട്ടുകളും ക്രിസ്തുവിന് മുമ്പ് മടങ്ങും, എല്ലാ നാവുകളും യേശു തന്നെ കർത്താവെന്ന് വിളിക്കും. റോമാലേഖനം 10:9-10 വാക്യങ്ങൾ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു, യേശു കർത്താവാണെന്ന് ഏറ്റു പറയുന്നവൻ രക്ഷ പ്രാപിക്കും. ആദരം കൊണ്ട് ഏറ്റു പറയണം. കാരണം എല്ലാ മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങി, ആദരം കൊണ്ട് നീ ഏറ്റു പറഞ്ഞാലേ രക്ഷ പ്രാപിക്കത്തുള്ളൂ. വിശുദ്ധ ബൈബിൾ നമ്മളോട് മുഴുവൻ വെക്കുന്ന കാര്യം, യേശുവാണ് കർത്താവെന്ന് ഏറ്റു പറയുന്നവനല്ലാതെ ആരും രക്ഷപ്പെടത്തില്ല, ഒരുവനും രക്ഷപ്പെടത്തില്ല. നീ എത്ര ഉരുൾ നേർച്ച നടത്തിയാലും, എത്ര കൃപാസനത്തിൽ പോയി എന്തൊക്കെ കാണിച്ചാലും നടക്കില്ലെന്ന്. രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വന്നേ പറ്റൂ. അല്ലാതെ ഒരു കോംപ്രമൈസും ഈ വചനം നമുക്ക് തരുന്നില്ല. വ്യക്തമായി പറയുകയാണ്. അതാകട്ടെ ശപഥത്തോടുകൂടെ അരുളി ചെയ്തതാണ്. ദൈവം ഒരു പ്രതിജ്ഞയോടെ, ശപഥത്തോടെ അരുളി ചെയ്തതാണ്. അതാകട്ടെ എഴുതപ്പെട്ടതാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 10-11 വാക്യം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ദീർഘിക്കാൻ സമയമില്ല, ഇനിയുമുണ്ട് കാര്യങ്ങൾ. എന്തായാലും നമ്മൾ അവിടെ നിർത്തുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 10 മുതൽ 11 വാക്യം. ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും, ആമേൻ, യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. 2 കാര്യങ്ങൾ. 1, സകല മുട്ടുകളും മടങ്ങണം. 2, എല്ലാ നാവുകളും ഏറ്റുപറയണം. യേശുവാണ്
കർത്താവ്. യേശുവാണ് ന്യായാധിപൻ. എന്നെ വിധിക്കുന്നവൻ യേശുവാണ്. എൻ്റെ ദൈവം, എൻ്റെ സർവശക്തനായവൻ യേശുവാണെന്ന് സകല നാവും ഏറ്റുപറയണം. സകല മുട്ടുകളും അവൻ്റെ മുൻപിൽ മടങ്ങണം. ഇനി നമ്മളിപ്പോൾ 10ഉം 11ഉം വാക്യമല്ലേ വായിച്ചേ? 5-ാം വാക്യം മുതൽ വായിച്ച മോനെ. ഫിലിപ്പി ലേഖനം 2:5 മുതൽ വായിച്ചോ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. യേശുവിലുണ്ടായിരുന്ന ഈ മനോഭാവം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണ്. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം, യേശു ഭൂമിയിലായിരുന്നപ്പോൾ സർവശക്തനായ നീതിമാനായ സർവ്വപിതാവായ ദൈവമായിട്ടല്ല അവൻ വിളങ്ങിയത്, ഒരു മനുഷ്യനായിട്ടാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞ സകല മുട്ടുകളും അവൻ്റെ മുന്നിൽ മടങ്ങാൻ, സകല നാവുകളും അവനെ ആരാധിക്കാൻ, സകല മനുഷ്യരും അവനിലേക്ക് നോക്കുവാൻ. അതാണ് യോഹന്നാൻ 3:17 അല്ലെങ്കിൽ 12-ാം അധ്യായം നമ്മൾ വായിച്ചത്, 45-ാം വാക്യത്തിൽ വായിച്ചത്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ശിക്ഷ വിധിക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ രക്ഷിപ്പാനാണ്. നമുക്കിതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് വായിച്ചാൽ അവിടെ തീർന്നു നമ്മുടെ വിശ്വാസം. കാരണം നമുക്കിത് ആശയം മനസ്സിലാവത്തില്ല. കാരണം ഒരു സ്ഥലത്ത് പറയുന്നു യേശു ശിക്ഷിക്കുന്നില്ല, ഇപ്പുറത്ത് പറയുന്നു യേശു ശിക്ഷിക്കും. ഒരു സ്ഥലത്ത് പറയുന്നു യഹോവ ശിക്ഷിക്കുന്നു, ഇപ്പുറത്ത് പറയുന്നു യേശു ശിക്ഷിക്കും. ഒരു സ്ഥലത്ത് പറയുന്നു പഴയ നിയമത്തിൽ യഹോവ മാത്രമേ ദൈവമുള്ളൂ എന്ന് പറയുന്നു, ഇപ്പുറത്ത് യേശു പറയുന്നു ഞാൻ ദൈവമാണെന്ന് പറയുന്നു. അപ്പോൾ ഇതെങ്ങനെ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുക? ഇതെങ്ങനെ ഇത് മനസ്സിലാക്കുക? ഇത് മനസ്സിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ സമയം അനുസരിച്ച്, അതിൻ്റെ ഓർഡർ അനുസരിച്ച്, അതിൻ്റെ കൃത്യമായ തലത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ യേശുവിൻ്റെ 1-ാം വരവ് നിന്നെ ശിക്ഷിക്കാനാണോ? അല്ല. അവൻ ദൈവത്തിൻ്റെ സമാനതയിലായിരുന്നിട്ടും തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അതല്ല അടുത്ത വാക്യം പറയുന്നത്, വായിച്ചോ. 7-ാം വാക്യം. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. അങ്ങനെ സാദൃശ്യത്തിലായത് നിന്നെ ശിക്ഷിക്കാനാണോ? അല്ല, രക്ഷിക്കാനാണ്. കാൽവരിയിൽ ക്രൂശിതനാകാനാണ്. ഈ 2025 ഇപ്പോൾ 10-30 വയസ്സായിട്ടുണ്ടാവും ഏകദേശം. കാരണം 95-ലെങ്ങാണ്ടാണ് എംബർ എമ്മാനുവൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഒരു യേശു ജനിച്ചിട്ട്. അപ്പോൾ 25 എന്ന് പറയുമ്പോൾ 30 വയസ്സായിട്ടുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ചെറിയ വേരിയേഷൻ എങ്കിലും എന്നോട് ക്ഷമിക്കുക. എന്തായാലും 10-25 കഴിഞ്ഞിട്ടുണ്ടാവും. വീണ്ടും യേശു ശരീരത്തിൽ വന്നു എന്ന് പറയാം, ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളെ മാത്രം, സിയോനിലുള്ളവരെ മാത്രം രക്ഷിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വചനം വെച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്ക്, ഇത് നടക്കുമോ? ഇനി യേശു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രക്ഷിക്കാൻ യേശു നേരത്തെ വന്നു, സകല പ്രവൃത്തിയും കഴിഞ്ഞു. അവനാകട്ടെ ശരീരത്തിൽ വന്നത് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപത്തിൽ വന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവൻ ന്യായാധിപനല്ല, അപ്പോൾ വിധിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇനി വരുന്നത് തന്നെ ശൂന്യനാക്കിയിട്ടാണോ? ദാസന്റെ രൂപത്തിലാണോ? മനുഷ്യരൂപത്തിലാണോ? അല്ല, ദൈവവചനം പറയുന്നില്ല. ഇനി വരുന്നത് വാനമേഘങ്ങളിൽ മഹത്വത്തിൽ സിംഹാസനത്തിന്റെ അതേ ശക്തിയോടെ അതേ മഹത്വത്തോടെ തൻ്റെ വിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ സകല മുട്ടുകളും മടങ്ങും, സകല നാവുകളും അവനെ പ്രഘോഷിക്കും, അവനെ ആരാധിക്കും. അതാ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. എല്ലാ നാമത്തിനും ഉപരിയായ നാമം നൽകി. ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ എവിടെയാണ് മുട്ടുമടങ്ങേണ്ടത്, എവിടെയാണ് കുമ്പിടേണ്ടത്, എവിടെയാണ് ആരാധിക്കേണ്ടത്, ആരാണ് ദൈവമെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുകയാണ്. ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിൽ, ഭൂമിയിൽ മാത്രമല്ല, എവിടെയൊക്കെ? സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകല മുട്ടുകളും മടങ്ങണം. യെശയ്യാ പ്രവചിച്ച ശബദത്തോടുകൂടി പറഞ്ഞു വെച്ച അതേ വാക്യം തന്നെ ഇതാ ഫിലിപ്പി ലേഖനം എടുത്ത് യേശുവിന്റെ ആത്മാവിൽ എഴുതുകയാണ്. യേശു താൻ ഇറങ്ങി വന്നത് അവനാണ് സർവത്തിനെയും മീതെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ എഴുന്നള്ളുന്നവൻ, അവനാണ് വിധിക്കുന്നവൻ, അവനാണ് ദൈവം, അവനാണ് സർവശക്തൻ. യാതൊരു സംശയവും വേണ്ട. സകല മുട്ടുകളും അവന്റെ മുൻപിൽ മടങ്ങണം. ആ നാമത്തെ ഏറ്റുപറഞ്ഞേ മതിയാകൂ. യേശുവാണ് കർത്താവെന്ന് പിതാവായി ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയണം. ആരാണ് നമ്മളെ നീതിയോടെ വിധിക്കുന്നവൻ? യേശുവാണ് നമ്മളെ നീതിയോടെ വിധിക്കുന്നവൻ. വേറെ ആർക്കെങ്കിലും വലിഞ്ഞേറി അതിനകത്തിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വിധിക്കാൻ പറ്റുമോ? നമ്മൾ തന്നെ മറ്റുള്ളവരെ വിധിക്കുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ആ വിധി നമ്മൾ ആരെയും വിധിക്കാൻ പോണ്ട. അതാണ് റോമാലേഖനം 14:10 പറഞ്ഞത്. നീ സഹോദരനെ വിധിക്കണ്ട, ദൈവം വിധിച്ചോളും.
കാരണം ന്യായാധിപനായ ഒരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. എത്ര പേർക്കുണ്ട് നമ്മളെ സർവശക്തനായ ന്യായാധിപനായ യേശുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? യേശു തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിധിക്കുന്നില്ല. കാരണം അപ്പോൾ യേശു വന്നത് നിങ്ങളെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. പ്രകാശ ലോകത്തിലേക്ക് വന്നിട്ടും നീതിമാനായ യേശുവിനെ സ്വീകരിച്ചിട്ടും അവനെ സ്വീകരിച്ച് ആ കൃപയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോ, എല്ലാ മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങിയാൽ, നിന്റെ നാവ് യേശുവിനെ ഏറ്റു പറഞ്ഞാൽ, നീതിമാനായ ദൈവം അവൻ്റെ സർവ്വമഹത്വത്തിൽ, ആ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ വാസ്റ്റായിട്ടുള്ള വിഷയമാണ്. ഗ്ലോറി ഓഫ് ഗോഡ്, ഗ്ലോറി ഓഫ് ജീസസ് ഇസ് സെയിം, രണ്ടും ഒന്ന് തന്നെയാണ്. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് മത്തായി 25 പറയുന്നത്, മത്തായി 12 പറയുന്നത്. അവിടെയൊക്കെ താൻ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ എന്നൊരു വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലോറിയിൽ, ദൈവത്തിൻ്റെ ആ മഹത്വത്തിൽ അവൻ താണിറങ്ങി വന്നതും മഹത്വവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? താണിറങ്ങി വരുന്നത് മഹത്വത്തിലാണോ? അല്ല, തന്നെ ശൂന്യനാക്കി ദൈവത്തിൻ്റെ മഹത്വത്തിന് സമാനതയിലല്ല അവൻ വരുന്നത്, താണിറങ്ങിയിട്ടാണ്. എന്നാൽ ഇന്ന് അവനായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി അവൻ വരുന്നത് സർവ്വമഹത്വത്തിലുമാണ് അവൻ എഴുന്നള്ളുന്നത്. അങ്ങനെ മഹത്വത്തിൽ വരുമ്പോൾ അവൻ്റെ മുൻപിൽ നമ്മൾ നിന്നേ പറ്റൂ. അതാണ് യഥാർത്ഥമായ ന്യായാസനമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കണ്ണുകളെ കടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമുക്ക് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ നമുക്ക് ഓർക്കാം. യേശുവല്ലാതെ മറ്റൊരു രക്ഷകനില്ല, യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല, യേശുവല്ലാതെ മറ്റൊരു പ്രത്യാശയില്ല, യേശുവല്ലാതെ മറ്റൊന്നും എനിക്കില്ല എന്നൊരു ചിന്ത, ഒരു ബോധ്യം, ഒരു സത്യം നമുക്ക് തിരിച്ചറിയുവാൻ ദൈവമിടയാക്കട്ടെ. ദൈവം കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹത്തിൽ നമ്മൾ മുന്നോട്ട് പോകുവാൻ ഒരുവനെയും വിധിക്കാതെ, നമ്മുടെ സഹോദരനോ ബന്ധുവോ ചുറ്റുമുള്ളവനോ മനുഷ്യനെ നമുക്ക് വിധിക്കാതെ, ദൈവവചനം എന്തു പറയുന്നുവോ അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ നടത്തട്ടെ. ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വിശുദ്ധി ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. ഞങ്ങൾ ആരെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഞങ്ങളുടെ പാപങ്ങളും വിധിക്കപ്പെടുമെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ടപ്പ. ഞങ്ങൾ ഇന്ന് ഒരു കാലത്ത് മാനുഷികമായ പ്രതികൂലത്തിൽ, കുറവിൽ ഞങ്ങൾ ചെയ്തു പോയത് ഇന്നു മുതൽ ഞങ്ങൾ തിരുത്തുകയാണ്. ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമാണ് ഞങ്ങളുടെ കർത്താവ്. കർത്താവായ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ ദൈവം. സകല മുഴങ്കാലുകളും മടങ്ങുവാൻ, സകല മുട്ടുകളും അവൻ്റെ മുൻപിൽ മുളകുവാൻ, അവനാണ് കർത്താവ് ഏറ്റുപറയുവാൻ, അവനാണ് ഞങ്ങളുടെ രാജാവ് ഏറ്റുപറയുവാൻ, അവനാണ് ഞങ്ങളുടെ യഹോവ, അവനാണ് ഞങ്ങളുടെ ദൈവം, ഞങ്ങളെ നീതിയോടെ വിധിക്കുന്നവൻ, ഞങ്ങളുടെ സർവശക്തനായ രാജാവായ മഹത്വത്തിൽ എഴുന്നള്ളുന്ന എൻ്റെ ദൈവത്തിന് മുൻപിൽ ഞങ്ങളുടെ മുട്ടുകളെ ഞങ്ങൾ മടക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ നാവുകൊണ്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു, യേശുവാണ് കർത്താവ്, അവനല്ലാതെ ഞങ്ങൾക്കൊരു മറ്റൊരു കർത്താവില്ല. ഞങ്ങളെ വിധിക്കുന്നവൻ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നവൻ, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നവൻ അവൻ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവനിൽ ഞങ്ങളുടെ സകല പാപങ്ങളും ഏറ്റുപറയുന്നു. ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.